എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുക. ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവന്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയവൽക്കരിക്കും, മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം. അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നത്. എന്നായിക്കോട്ടെ, നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ്. ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയിലുള്ള മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ലാൽ സലാം സഖാക്കളെ, ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഇതാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്താണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഓം ശാന്തി അത് തന്നെയാണ്. ആകാശത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം ഒന്നാണ്. അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല. മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം. അപ്പൊ അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിൽ കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻപേട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വല്യപ്പാന്റെ പേര് പി വി മുഹമ്മദ് ഹാജിയാണ്. എൻ്റെ പിതാവിന്റെ പേര് പി വി ഷൗക്കത്ത് അലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത വാപ്പാന്റെ മോനാണ്. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിന്റെ മുന്നിൽ, അതിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച എന്റെ തറവാടും എന്റെ കാക്കക്കാരണവന്മാരും കടന്നുപോയിട്ടുണ്ട്. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എന്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാൻ അതിൽ 11ാമത്തതാണ്. അതിൽ 3 ആള് മരിച്ചു, ഞങ്ങൾ 11 ആള് ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ ഈ 20 വർഷക്കാലത്ത് 22 വർഷക്കാലത്തിന്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പൊ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലമാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4ഉം 5ഉം സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി. ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4ലും 5ലും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയാ ഇതുപോലത്തെ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ 1:30 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി UP സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും, ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി, ഞാൻ ഉമ്മാനോട് വെച്ചു, ഉമ്മ ഇത്രയും പണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങളൊക്കെ ഒരു 1.5 വയസ്സിന്റെ വ്യത്യാസം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പൊ ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ വിളമ്പിക്കൊടുക്കില്ല. അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും.